നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. രാജ്യത്തെമ്പാടും തോറ്റമ്പിയപ്പോൾ മുക്കിലും മൂലയിലും വരെ ഡീലുണ്ടാക്കി ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയ ഇനങ്ങളാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവ് പോലെ ഡീൽ എന്ന് കൂവി വിളിക്കുന്നത്. തോൽക്കുമെന്ന് കാണുമ്പോഴുള്ള പരവേശമാണ് ഈ കൂവലെന്ന് അറിയാഞ്ഞിട്ടല്ല. ഒരു കാലത്ത് ഒറ്റ ഡീലറുടെ തഴമ്പിൽ ആളുകളിച്ചു നടന്ന സതീശനും വേണുഗോപാലും ഒക്കെയാണ് ഇപ്പോൾ ഡീലർ കം ബ്രോക്കർ പണിയുടെ ആസ്ഥാന ഓഫീസായി കോൺഗ്രസിനെ മാറ്റിയത്. കളിക്കാവിളയ്ക്ക് അപ്പുറത്ത് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ദോസ്തുക്കളാണ്. എണ്ണിയെടുക്കാനുള്ള ആളില്ലെങ്കിലും കൈപ്പത്തിക്കുള്ളിലാണ് അന്നാട്ടിലൊക്കെ അരിവാളും ചുറ്റികയും. തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലും കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരളം ഒഴിച്ച് മറ്റെല്ലായിടത്തും തമ്മിൽ താങ്ങിയല്ലാതെ നിലനിൽപ്പില്ല. എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിലെത്തി ഡീൽ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ UDFും LDFും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. ജനങ്ങൾ മാറ്റത്തിന് ദാഹിക്കുന്നു. എല്ലായിടത്തും NDA വലിയ കരുത്ത് നേടിയിരിക്കുന്നു. മുൻനിര സർവേകളിൽ വരെ ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്ന പ്രചാരണങ്ങൾ ശക്തമായിരിക്കുന്നു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കുറഞ്ഞത് 20,000-ഓളം വോട്ട് ബേസ് BJP ഒറ്റയ്ക്ക് നേടിക്കഴിഞ്ഞു. മുന്നണിയിലെ ഘടകകക്ഷികൾ കൂടിയാകുമ്പോൾ സ്ഥിതി മാറുമെന്ന് ഉറപ്പാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ നേതൃത്വം നേരിട്ട് കേരളത്തിലേക്ക് ഇറങ്ങുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണങ്ങളിൽ NDA മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം നൽകുന്ന സന്ദേശം ആർക്ക് മനസ്സിലാകില്ലെങ്കിലും ഇന്ത്യ കമ്പനി ഡീലർമാർക്ക് പിടികിട്ടും. അതുകൊണ്ടൊക്കെയാണ് പെരുങ്കള്ളന്മാർ കള്ളൻ ഓരിയിട്ട് മുന്നേ ഓടുന്നത്. കേരളത്തിൽ BJPയും CPMും തമ്മിൽ ഡീൽ എന്നാണ് ഡീലർ വേണുവിന്റെ വായ്ത്താരി. വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന മുരളീധരനോട് ചോദിച്ചാൽ അതിനുത്തരം കിട്ടും. നേമത്ത് CPMനെ ജയിപ്പിക്കാനാണ് മുൻപ് മുരളി അവിടെ പോയി മത്സരിച്ചത്. തൃശൂരിൽ CPIക്കാരനെ ജയിപ്പിക്കാനും മുരളി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. രണ്ടിടത്തെയും നേരനുഭവം മറയില്ലാതെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കുറിയും വട്ടിയൂർക്കാവിൽ മുരളിയുടെ ജോലി CPMനെ സഹായിക്കലാണ്. മുരളി ഏത് ഡീലിന്റെ കൊട്ടേഷനാണ് ഉറപ്പിച്ചതെന്ന് ഡീലർ വേണു പറയണം. കോർപ്പറേഷൻ കൗൺസിലർ ശബരിനാഥിന് നേമത്ത് എന്താണ് പണിയെന്ന് മാലോകരോട് പറഞ്ഞിട്ട് വേണം വേണുഗോപാൽ ഡീൽ വിളി നടത്താൻ. രണ്ടു കൂട്ടരും തോൽവി ഉറപ്പിച്ച പാലക്കാട്ട് NMR റസാക്ക് ആർക്ക് വേണ്ടി മത്സരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇന്ത്യ കമ്പനിക്കാർക്കാണ്. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയാണ് LDF സ്ഥാനാർത്ഥി അത്രേ. എന്ത് കാര്യത്തിന്? ഏത് തെരഞ്ഞെടുപ്പിലും പരസ്യമാണ് അവിടെ ഇന്ത്യ കമ്പനിയുടെ ഡീൽ. ഇതിനെല്ലാം പുറമെയാണ് ചങ്ങനാശ്ശേരിയിലും ചാലക്കുടിയിലുമെല്ലാം പേയ്മെന്റ് സീറ്റ് ആരോപണവും ഉയരുന്നത്. ഡീലർമാരുടെ പാർട്ടിക്കുള്ളിൽ നിന്നാണ് ഈ ആക്ഷേപമെല്ലാം ഉയരുന്നത്. സീറ്റ് വിറ്റും വാങ്ങിയും വോട്ട് മറിച്ചും ചോർത്തിയും അണികളെ വഞ്ചിച്ച് അറപ്പ് മാറിയ കൂട്ടരാണ് പിന്നെയും പഴകിത്തേഞ്ഞ ഡീൽ ആരോപണം ഉയർത്തുന്നത്. കണ്ണാടി നോക്കാൻ പറയുന്നതിൽ അർത്ഥമില്ല. അവിഹിതം കൊണ്ട് മാനം കെട്ടുപോയ മുഖത്തിന് കണ്ണാടിയെ കുറ്റം പറയാനും അവർ മടിക്കില്ല.